സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഞാനെന്താ മത്തായി എഴുതിയ സുവിശേഷത്തെ ആസ്പദമാക്കിയാണ് ഞാൻ പറയാനായിട്ട്. ഇത് കർത്താപ്പച്ചൻ്റെ ഉപമയാണ്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കുകയും. അത്തിപ്പഴമൊക്കെ നല്ല ഗുണമുള്ളതല്ലേ. അതിൻ്റെ കൊമ്പ് ഇളതായി അതിൻ്റെ കൊമ്പ് ഇളതായിട്ട് ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്ത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇപ്പം നമ്മളൊരു മരം കാണുന്നു, ആ മരത്തിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് പോയതിന് ശേഷം നല്ല തളിരില വന്നൊക്കെ നിൽക്കും. ആ മരം കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും അല്ലേ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുകയും എന്നാണ് പറയുന്നത്. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ കടന്നു പോകുകയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഈ ആകാശത്തെയും ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് ആരാണ്? നമ്മുടെ ദൈവമാണ്. അപ്പം ആകാശവും ഭൂമിയും കടന്നു പോകും, എൻ്റെ വചനങ്ങളോ മാറിപ്പോകില്ല. എൻ്റെ വചനങ്ങൾ എന്ന് പറയുന്നത് ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നോഹയുടെ കാലം പോലെ തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ വരവ്. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ ഭക്ഷിച്ചും കുടിച്ചും വിവാഹം ചെയ്യിപ്പിച്ചും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുന്നത് വരെ അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരുങ്ങിയും ഉണർന്നും ഇരിക്കണം താവിൻ്റെ വരവിന് വേണ്ടി. അതിന് ശേഷം ഇത് പറയുന്ന കാര്യമാണ്. അന്ന് 2 പുരുഷന്മാർ വയലിലായിരിക്കും. ഒരുവനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 സ്ത്രീകൾ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുവളെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയാത്തതിന് ഉണർന്നിരിക്കുവീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവന വേതനത്തിന് സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. അതുകൊണ്ട് നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ കണ്ടോ, മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ഇനി അടുത്ത ഒരു വിശ്വസ്ത ഭൃത്യനെ കുറിച്ച് പറയുന്നത്. എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് നിയോഗിച്ച വിശ്വസ്തനും ബുദ്ധിമാനും ദാസൻ ആർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തതായി കാണപ്പെടുന്ന ദാസൻ ഭാഗ്യവാൻ. വീട്ടിൽ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്കിനും ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി, ഭക്ഷണ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് അവരെ സ്വീകരിക്കുന്നവരുണ്ട്. അവർക്കത് നല്ലതായിട്ട് വിളമ്പി കൊടുക്കുന്നവരുണ്ട്. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്ന കാണപ്പെടുന്ന ദാസൻ ഭാഗ്യവാൻ. അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനനായി നിയോഗിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടൻ ദാസനായി തീർന്ന് യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയത്തിൽ പറഞ്ഞിട്ട് കൂട്ടുദാസന്മാരെ അടിക്കുവാനും കുടിയന്മാരോടുകൂടി തിന്നുവാനും കുടിക്കുവാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത ദിവസത്തിലും അറിയാത്ത നാഴികളിൽ യജമാനൻ വരും. അവനെന്താ ചെയ്യുന്നതെന്ന് അറിയാതെ അവന് തന്നെ അറിയാതെ ഇരിക്കുന്ന സമയത്തായിരിക്കും യജമാനൻ വരുന്നത്. അപ്പം അവനെ ശിക്ഷിച്ച് അവനെ കപടഭക്തിക്കാരോട് പങ്കു കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇനിയും അടുത്തത് 10 കന്യകമാരുടെ ഉപമ. ഇതെല്ലാം ഈ 24 സങ്കീർത്തനത്തിലാണ് അത്തിയുടെ കാര്യം, വിശ്വസ്ത ഭൃത്യൻ്റെ കാര്യം. അടുത്തത് ഇനി 25-ാമത്തെ അധ്യായ ആദ്യ ഭാഗത്താണ് 10 കന്യകമാരുടെ. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കുകൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട ആരോട് സാദൃശ്യം? 10 കന്യകമാർ. അവരിൽ 5 പേർ ബുദ്ധി ഉള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കുകൾ എടുത്തപ്പോൾ എന്ത് ചെയ്തു? എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടി പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ വരുവാൻ വൈകിയപ്പോൾ എല്ലാവർക്കും മയക്കം വന്നു. ഉറങ്ങി. കട്ടിലയിലൊക്കെ സുഖമായി കിടന്ന് ഉറങ്ങത്തില്ലേ എന്ന് പറഞ്ഞല്ലോ, അവരങ്ങ് ഉറങ്ങി. അർദ്ധരാത്രിയിലോ മണവാളൻ വരുന്നു. അർദ്ധരാത്രി
ആൾ നല്ല ഉറക്കം പിടിച്ച് കിടക്കുമ്പം അവനെ എതിരേൽക്കാൻ പുറപ്പെടുവീ എന്നൊരു ആർപ്പ് വിളി ഉണ്ടായി. അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകാതിരിക്കേണ്ടല്ലോ, നിങ്ങളുടെ എണ്ണയിൽ കുറച്ച് ഞങ്ങൾക്കും തരുവീൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവരോ, ഞങ്ങൾക്കും നിങ്ങൾക്കും കൂടി ഇത് തികയില്ല, അതുകൊണ്ട് നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു. ഞങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാനുള്ളൂ, നിങ്ങൾക്ക് വേണേ നിങ്ങൾ പോയി കടയിൽ പോയി വാങ്ങിച്ചോ. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. കണ്ടോ, ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടി കല്യാണ വിരുന്നിനായി പ്രവേശിച്ചു. കർത്താവ് വാതിലങ്ങ് അടച്ചു. ആരാ വാതിലടച്ചത്? കർത്താവ് വാതിലടച്ചു. അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു. കർത്താവേ ഞങ്ങൾക്കായി തുറക്കണമേ എന്ന് അപേക്ഷിച്ചു. കർത്താവ് വാതിലടച്ചില്ലേ? അതിനവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കണ്ടോ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവസാനം അതിനകത്ത് നമ്മൾ ആകയാൽ കണ്ടോ, നാളും നാഴികയും നിങ്ങൾ അറിയാത്തതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. നമ്മുടെ കർത്താവിൻ്റെ വരവിനായി ഇപ്പോഴും ഉണർന്നും ഒരുങ്ങിയും ഇരിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. സ്തോത്രം. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. മെസ്സേജ് ഇഷ്ടപ്പെടുവാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. ഞാനും പ്രാർത്ഥിച്ചോളാം കേട്ടോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. സ്തോത്രം.